ഇതിൽ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, വടകര സ്വദേശി സുരേന്ദ്രൻ, കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ, പശ്ചിമ ബംഗാളുകാരിയായ ഗംഗ, വയനാട് സ്വദേശി നസീർ, ഈ ആൾക്കാരുടെ കാര്യമാണ് മരണപ്പെട്ടത്. ഇതിൽ ഒരാൾ ബ്രോഡ് ഡെഡാണ്, കൊയിലാണ്ടിയാണ് ശരിയെങ്കിൽ കൊയിലാണ്ടി സ്വദേശി ഗംഗാധരന്റെ ആയിരിക്കണം. അതേസമയം തന്നെ ഗംഗ എന്ന് പറയുന്ന ഈ പശ്ചിമ ബംഗാൾ സ്വദേശി ആത്മഹത്യ ചെയ്താണെന്നുള്ള കാര്യം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുന്നത്. അവിടെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഇന്നലെ 6 മണിക്ക് ഇവിടെ എത്തിക്കുമ്പോൾ തന്നെ അവർ മരണപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അത് ശരിയാണെങ്കിൽ രണ്ടാമത്തെ ഡെഡ് അങ്ങനെയാവും. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരണം. അതേസമയം ഇക്കാര്യത്തിൽ ഇന്നലെ രണ്ടുപേരുടെ കാര്യത്തിലാണ് ബ്രോഡ് ഡെഡായ ഗംഗാധരന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ മറ്റൊരു കേസിലും മാത്രമാണ്, നസീറുടെ കേസിലും മാത്രമാണ് പോസ്റ്റ്മോർട്ടം നിർദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി 3 കേസിൽ പോസ്റ്റ്മോർട്ടം ഇന്നലെ ഉറപ്പു വരെ സ്ഥിരീകരിച്ചിരുന്നില്ല. ബന്ധുക്കളുടെ കൂടി സംസാരിച്ചതിന് ശേഷം തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം. പിന്നെ ഇന്ന് നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇതിന്റെ തുടർ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളാണ്. നമ്മളിപ്പം ദൃശ്യ കൂടി ചേരുന്നുണ്ട്. ദൃശ്യ, ഇന്നലത്തെ സംഭവങ്ങൾക്ക് ശേഷം ഇന്ന് അത് സംബന്ധിച്ചൊരു തുടർ ഒരുപാട് നീക്കങ്ങൾ നടക്കുന്നു. ഇന്ന് എന്തൊക്കെയാണ് ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ? ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ രോഗികൾ ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങൾ, ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അടക്കം പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല ഇന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ മേഖലയിൽപ്പെട്ടവരുടെ പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം കൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കൂടാതെ ഈ ഒരു രോഗികൾ ശ്വാസം മുട്ടി മരിച്ചു എന്ന ആരോപണം ഉയർന്നതോടെ ഈ മെഡിക്കൽ ബോർഡിന് അതിന്റെ ഒരു സ്ഥിരീകരണം കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഉന്നതതല യോഗം നടക്കുന്നു, മെഡിക്കൽ ബോർഡ് നടക്കുന്നു. കൂടാതെ ഈ ഒരു എങ്ങനെയാണ് ഇന്നലെ 7:40 ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്? കാരണം പുതിയൊരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന ഒരു പ്രാഥമിക നിഗമനമല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവിധ മേഖലയിലുള്ളവർ, വിവിധ ഈ ഫയർഫോഴ്സ് അടക്കമുള്ളവർ ഇന്നിവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഒന്ന് മെഡിക്കൽ കോളേജ് മെഡിക്കൽ ബോർഡ് ഉന്നത യോഗം, 2 പരിശോധനകൾ. പിന്നെ നിലവിൽ ഈ കാഷ്വാലിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ബാക്കി എങ്ങനെയാണ് ഈ കാഷ്വാലിറ്റി പ്രവർത്തനം സംബന്ധിച്ച് എങ്ങനെയാണ് പറയുന്നത് അധികൃതർ? ഇന്നലെ തന്നെ ഈ കാഷ്വാലിറ്റിയിലുള്ള ഈ രോഗികളെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. കൂടാതെ തന്നെ ഈ അടിയന്തര ശസ്ത്രക്രിയ നടക്കുന്നത് ഇവിടെയുള്ള പഴയ ഓപ്പറേഷൻ തിയേറ്ററുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ അടിയന്തരമായുള്ള ശസ്ത്രക്രിയകളും കാര്യങ്ങളും ഒക്കെ നടത്തുക. ഇത് കൂടാതെ തന്നെ ഈ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെയുള്ള രോഗികളെ ഇന്നലെ തന്നെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ മറ്റ് ക്രമീകരണങ്ങൾ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ബീച്ച് ആശുപത്രിയിലേക്ക് കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ബീച്ച് ആശുപത്രിയിലേക്ക് ഇവിടെയുള്ള ഡോക്ടർമാരടക്കം അവിടെ എത്തി ചികിത്സ നടത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ അടിയന്തരമായ ശസ്ത്രക്രിയകളൊക്കെ ഇവിടെയായിരിക്കും, ഈ ഒരു പഴയ ഓപ്പറേഷൻ തിയേറ്ററുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് നടക്കുക. ജിൽസി, അതായത് 3 തരത്തിലുള്ള ക്രമീകരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, കാഷ്വാലിറ്റി പ്രവർത്തനം മാറ്റിയിട്ട് ബീച്ച് ആശുപത്രിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ നിലവിലുള്ള എല്ലാ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് ആണിത്. അതുൾപ്പെടെ മറ്റു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ മറ്റു പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്ക് മറ്റും മാറ്റിയിട്ടുണ്ട്. ഒന്ന്, ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 5 പേരുടെ മരണം, അതിൽ വ്യക്തത വരുത്തി എങ്ങനെയാണ് മരിച്ചതിനെ കുറിച്ച് വ്യക്തത വരുത്താനാണ് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നത്. അതിൽ ഒന്ന് ബ്രോഡ് ഡെഡാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി 4 പേരുടെ കാര്യം കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ശക്തമായ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മെഡിക്കൽ ബോർഡിന്റെ യോഗത്തിലെ തീരുമാനങ്ങൾ, നല്ല നിർദ്ദേശങ്ങളും നിഗമനങ്ങളും വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ ഇത് എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് വളരെ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം നമുക്കറിയാം, പ്രധാനമന്ത്രി ശ്വാസസുരക്ഷാ ഉയരം എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഏറ്റവും വലിയ ഒരു കാഷ്വാലിറ്റിയും വലിയ ഉയർന്ന സംവിധാനങ്ങളിലൂടെ തുടർന്നത്. അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ ഉണ്ടായി, അത് കാഷ്വാലിറ്റിയിലെ മുഴുവൻ രോഗികളെ ഒഴിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ചില ആൾക്കാർ മരണപ്പെടുന്നു, അതിൽ ശ്വാസം മുട്ടിയ മരിച്ചാണെന്നുള്ള ആരോപണങ്ങൾ ജനപ്രതിനിധികളും ബന്ധുക്കളും ഉൾപ്പെടെ ഉന്നയിക്കുന്നു. അത്തരത്തിലേക്ക് പോയി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ആലോചിക്കുന്നതിന് സ്വാഭാവിക ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരും. അതിലായിരിക്കും ഒരുപക്ഷെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുക. നിലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ഇന്നലെ തന്നെ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് മാത്രം മതിയാകുമോ? ഉന്നതതല അന്വേഷണം ആവശ്യമാണോ? കാരണം ഇത്രയും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ കാഷ്വാലിറ്റി കെട്ടിടമാണ്, വലിയ സംവിധാനങ്ങളുള്ളതാണ്. അവിടെ എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്? മാത്രമല്ല, ഇത് എങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണ് ഇതിന്റെ എന്തെങ്കിലും പരിശോധനകൾ നടത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ഇവിടെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ ചെയ്തതിലോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിന് തുടർ നടപടികൾ